ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B1 ലെവൽ ഗ്രാമാറ്റിക് പോർഷനാണ്. അതായത് കണക്ടോറിനാണ്. അതായത് കുറച്ച് കണക്ടോഴ്സ് എല്ലാം കൂടെ നമ്മുടെ B1 ലെവലിലുള്ള കണക്ടോഴ്സ് എല്ലാം കൂടെ ഒരൊറ്റ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യവും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മൾ ആദ്യം തന്നെ പറയുന്നത് ഒപ്പോളാണ്. ഒപ്പോൾ എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും എന്നാണ് മീനിങ് വരുന്നത്. അപ്പോൾ ഈ ഒരു കണക്ടോറും നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കണ്ടീഷൻ പറയാനായിട്ട്, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൽ കണ്ടീഷൻ പറയുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആ രണ്ട് സെൻറ്റൻസിനെയും കണക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഒപ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ ഒപ്പോൾ ഓപ്സാഡ്സിലും വെക്കാം, നേബൻസാഡ്സിലും വെക്കാം. ഓപ്സാഡ്സിൽ വെക്കുമ്പോഴത്തേനും നമ്മൾ വെർബ് ടു വെർബ് ആയിരിക്കും. അതായത് രണ്ട് സെൻറ്റൻസും നമ്മൾ വെർബ് ടു വെർബിലായിരിക്കും എഴുതുന്നത്. അതുപോലെ നേബൻസാഡ്സിലാണെങ്കിൽ ബോൾ വെച്ച് കഴിഞ്ഞിട്ട് ആമണ്ടയിലായിരിക്കും വെർബ് കോഞ്ചുഗേറ്റഡ് ഫോമിൽ പോകും. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഒപ്പോൾ ഇഷ് കൈനൻ ഹുങ്കർ ഹാബെ കോമ എസ് ഈഷ് പിസ. എനിക്ക് ഹുങ്കർ ഇല്ലെങ്കിലും ഞാൻ പിസ്സ കഴിച്ചു. അപ്പോൾ അവിടെ എന്താണ്, എനിക്ക് ഹുങ്കർ ഇല്ല എന്ന് ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിലും ഞാൻ പിസ്സ കഴിച്ചു. ഓക്കെ, അങ്ങനെ കണ്ടീഷൻ പറയാനായിട്ടാണ് ഇവിടെ ഒപ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്കത് നേബൻസാഡ്സിലൂടെ വെച്ച് എങ്ങനെയാണ് എഴുതുന്നതെന്ന് കൂടെ നോക്കാം. ഇഷ് എസ് എ പിസ്സ കോമ ഒപ്പോൾ ഇഷ് കൈനൻ ഹുങ്കർ ഹാബെ. അപ്പം നമ്മൾ നേബൻസാഡ്സിൽ വെച്ചപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ എന്താണ്, ഞാൻ പിസ്സ കഴിച്ചു എന്നുള്ള സെൻറ്റൻസ് പറഞ്ഞു, പിന്നെ കോമ, പിന്നെ ഒപ്പോൾ. അപ്പോൾ ഇവിടെ കോമ മസ്റ്റാണ്. കോമ ഇട്ടിട്ട് വേണം നമ്മൾ ഒപ്പോൾ എഴുതാനായിട്ട്. അടുത്തൊരു എക്സാമ്പിൾ, ഇഷ് ഗെയെ ഇൻസ് പ്യൂറോ കോമ ഒപ്പോൾ ഇഷ് ക്രാങ്ക് ബിൻ. ഓക്കെ, നേബൻസാഡ്സിൽ വെച്ചത് കൊണ്ട് വെർബ് ആമണ്ടയിൽ പോയി. ഇത് സൈൻ എന്നുള്ള വെർബ് കോഞ്ചുഗേറ്റ് ചെയ്യുമ്പം ബിൻ എന്ന് വന്ന് ആമണ്ടയിൽ കോഞ്ചുഗേറ്റഡ് ഫോമിൽ എഴുതിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എനിക്ക് ക്രാങ്ക് ആയിരുന്നാലും അല്ലെങ്കിൽ ക്രാങ്ക് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പ്യൂറോയിൽ പോയി. ഓക്കെ, എന്നിരുന്നാലും എന്നാണ് അവിടെ വരുന്നത്. ഓക്കെ, അടുത്തത് ഹാറ്റ് ഐ നോയൻ ഔട്ടോ ഗെക്കൗഫ്റ്റ് കോമ ഒപ്പോൾ പീറ്റർ കൈൻ ഗെൽഡ് ഹാറ്റ്. പീറ്ററിൻ്റെ കയ്യിൽ ഗെൽഡ് ഇല്ലായിരുന്നെങ്കിലും അവൻ പുതിയൊരു ഔട്ടോ വാങ്ങിച്ചായിരുന്നു. അടുത്തതാണ് വൈൽ. വൈൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബിക്കോസ് എന്നാണ് വരുന്നത്. അത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണക്ടോറനാണ്. അതുപോലെ തന്നെയാണ് ദസാൽബ്. ദസാൽബിൻ്റെ മീനിങ് ആണ് ദെയർഫോർ. ഓക്കെ, ദസാൽബ്, ത്രോട്സ് ദം, ഇതെല്ലാം ദെയർഫോർ എന്നുള്ള മീനിങ് ആണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ B1 നമുക്കത് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ വരുന്നതാണ് അടുത്തത്. അപ്പം ദസാൽബോ ത്രോസ്തമോ നമ്മൾ എഴുതുമ്പം അത് കഴിഞ്ഞിട്ട് വെർബാണ് വെക്കേണ്ടത്, എന്നിട്ട് ഒബ്ജക്റ്റ്. അങ്ങനെയാണ് അത് എഴുതേണ്ടത്. ഇവിടെ ഞാൻ വൈൽ und ദസാൽബ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ടൈപ്പ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് വന്നതാണ്. വൈൽ ബിക്കോസ് എന്ന മീനിങ്ങും ആൻഡ് ദസാൽബ് therefore എന്ന മീനിങ്ങും അങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അത് മിസ്റ്റേക്ക് വന്നിരിക്കുന്നതാണ്. അടുത്തതാണ് സോദസ്. സോദസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാൽ എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് സോദസ് സ്പ്ലിറ്റ് ചെയ്തു എഴുതാം, അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യാതെ എഴുതാൻ പറ്റും. അപ്പം നമുക്കിവിടെ സ്പ്ലിറ്റ് ചെയ്യാതെ എങ്ങനെ എഴുതാം നോക്കാം. സ്പ്ലിറ്റ് ചെയ്യാതെ എഴുതുമ്പം നമ്മളിത് നേബൻസാഡ്സിലായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇഷ് ലേർനെ ഡോയിഷ് കോമ സോദസ് ഇഷ് ഫാസ്റ്റ് ആലസ് ഫസ്റ്റേൻ ഖാൻ. അതിൻ്റെ മീനിങ്, ഞാൻ ഡോയിഷ് പഠിച്ചത് കൊണ്ട് എനിക്ക് എല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെയും പറയാം. അല്ലെങ്കിൽ എന്താണ്, ഞാൻ ഡോയിഷ് പഠിച്ചതിനാൽ എനിക്കെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഓക്കെ, അതിനാൽ എന്നും പറയും, ആയതുകൊണ്ടും എന്നും പറയും. ഓക്കെ, അടുത്ത എക്സാമ്പിളാണ് ഈസ്റ്റ് ക്രാങ്ക് കോമ സോദസ് നിഷ്ട് സു ആർബൈറ്റ് ഗെയിൻ കാൻ. ഓക്കെ, അപ്പം നമ്മൾ ഓർക്കുക, നേബൻസാഡ്സിൽ സോദസ് വെക്കുമ്പം ആമണ്ടയിലായിരിക്കും കോഞ്ചുഗേറ്റഡ് ഫോമിൽ വെർബ് പോകുക. അപ്പോൾ ഇവിടെ മോഡാൽ വെർബായ ഖാൻ വന്നതുകൊണ്ടാണ് എന്താണ്, ഖാനാണ് ഇവിടെ ആമണ്ടയിൽ പോയിരിക്കുന്നത്. ഇതിൻ്റെ മീനിങ്
അവന് ക്രാങ്ക് ആയതിനാൽ, അവന് സിക്കായതിനാൽ അവൻ ജോലിക്ക് പോയില്ല. അതേ എക്സാമ്പിൾ തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതുമ്പം ഈസ് സോ ക്രാങ്ക്, ദാസ് nicht zur Arbeit gehen kann. അതായത് എന്താണ്, അവന് ക്രാങ്ക് ആയതുകൊണ്ട് അവൻ ഇവിടെ പോയില്ല, ആർബൈറ്റിന് പോയില്ല. അതേ മീനിങ് തന്നെയാണ് ഇവിടെ. ശ്രദ്ധിക്കേണ്ട കാര്യം, സ്രോതസ്സ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണമെങ്കിൽ നമുക്ക് സെൻറ്റൻസിൽ ഒരു അഡ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം. അഡ്ജക്റ്റീവ് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് വെക്കുന്നതിന് മുമ്പ് സോ ആഡ് ചെയ്യുക, അതായത് തേർഡ് പൊസിഷനിൽ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കോമ ഇടുക, ദസ് വെക്കുക. അങ്ങനെ വേണം സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ. ഓക്കെ, ബാക്കി സെൻറ്റൻസ് കൂടെ എഴുതി കഴിഞ്ഞ് ദസ് വെച്ച് കഴിഞ്ഞ് ബാക്കി സെൻറ്റൻസ് കൂടെ എഴുതി കഴിഞ്ഞ് ആമൻ്റെയിൽ കോൺജുഗേറ്റഡ് ഫോമിൽ വെർബ് പോകും. അപ്പോൾ അവിടെ നോട്ടായിട്ട് തന്നെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സ്രോതസ്സ് സ്പ്ലിറ്റ് ആക്കി എഴുതുമ്പോൾ സോ തേർഡ് പൊസിഷനിൽ വേണം വയ്ക്കാൻ. അത് കഴിഞ്ഞ് കോമ കഴിഞ്ഞ് ദസ് വരണം. ആമൻ്റെയിൽ കോൺജുഗേറ്റഡ് ഫോമിൽ വെർബും പോകണം. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. സിമ്മർ ഈസ് സോ ഹെൽ, ദാസ് ഇഷ് nicht schlafen kann. അതായത് റൂം ഭയങ്കരമായിട്ട് ഹെല്ലായിരുന്നു, ഡാർക്ക് ആയതിനാൽ എനിക്ക് അതായത് എനിക്ക് സ്ലീപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല, ഉറങ്ങാൻ സാധിച്ചില്ല എന്നാണ് മീനിങ് വരുന്നത്. അടുത്ത കണക്ടോറിനാണ് തോഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് എന്ന മീനിങ്ങും വരുന്നുണ്ട്, ഓഫ് കോഴ്സ് എന്ന മീനിങ്ങും വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്കിവിടെ എക്സാമ്പിൾ നോക്കാം. ഹാസ്റ്റ് ദു ഹുങ്കർ, നിനക്ക് വിശപ്പുണ്ടോ എന്ന് ചോദിക്കും. അപ്പം നമുക്ക് പറയാം യാ ഇഷ് ഹാബെ ഹുങ്കർ, പോസിറ്റീവ് ഫ്രാഗായിട്ട് പറയാം. എനിക്ക് വിശപ്പുണ്ട്. അല്ലെങ്കിൽ അത് നെഗറ്റീവ് ഫ്രാഗായിട്ടും പറയാം. നൈൻ ഇഷ് ഹാബ് കായിനെ ഹുങ്കർ, അങ്ങനെയും പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ തോക്ക് യൂസ് ചെയ്യുന്നത് നമുക്ക് നിനക്ക് വിശപ്പില്ലേ എന്ന് ചോദിക്കുക. അതായത് നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന രീതിയിൽ, രണ്ട് രീതിയിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇല്ലേ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ പറയാനാണ് തോക്ക് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഹാസ്റ്റ് ദു കായിനെ ഹുങ്കർ, നിനക്ക് വിശപ്പില്ലേ എന്ന് ചോദിക്കും. അപ്പം തോക്ക് ഇഷ് ഹാബെ ഹുങ്കർ, ഓഫ് കോഴ്സ് എനിക്ക് വിശപ്പുണ്ട്. ഓക്കെ, കണ്ടോ, അങ്ങനെ ആൻസർ പറയാനായിട്ടാണ് നമ്മൾ തോക്ക് എന്ന കണക്ടോർ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ആർബൈറ്റസ്റ്റ് ദു nicht, നീ വർക്ക് ചെയ്യുന്നില്ലേ. തോക്ക് ഇഷ് ആർബൈറ്റ് എന്നാണ്, ആർബൈറ്റൻ അല്ല. ഓഫ് കോഴ്സ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ. അപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ, ഹാസ്റ്റ് ദു കെൽഡ്, എൻ്റെ കയ്യിൽ കെൽഡ് ഉണ്ടോ. കെൽഡ് എന്ന് പറഞ്ഞാൽ മണി ഉണ്ടോ. യാ ഇഷ് ഹാബെ കെൽഡ്, ഉണ്ട്, എൻ്റെ കയ്യിൽ മണിയുണ്ട്. ഓക്കെ, മനസ്സിലായോ. ആ രീതിയിലാണ് നമ്മൾ ഈ ദോഹ് എന്നുള്ള കണക്ടോർ യൂസ് ചെയ്യുന്നത്. നമുക്ക് യാ എന്നുള്ളതാണെങ്കിൽ നമുക്ക് യാ വെച്ച് പറയാം. നൈ എന്നാണെങ്കിൽ നൈ വെച്ചും പറയാം. ഇപ്പം നമുക്ക് നീ കഴിച്ചില്ലേ, നിനക്ക് വിശപ്പില്ലേ, നീ വരുന്നില്ലേ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്കവിടെ തോഹ് എന്ന് പറഞ്ഞിട്ട് ആൻസർ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചിയേഴ്സ്.